ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാ മക്കളെയും ഗുരുവായൂരപ്പനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും നന്മയും ശാന്തിയും സമാധാനവും എല്ലാം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ നാരായണീയം ദശകം 47 വായിച്ചുകൊണ്ടിരുന്നത്. കണ്ണനെ യശോദാമ്മ ഉരലിൽ ബന്ധിച്ചതാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ ബാക്കി തന്നെയാണ് ഇവിടെ. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടാണ് ഈ ശ്ലോകവും. ദശകം 48 യമളാർജുന ഭഞ്ജനം. അത് നളകൂപര മണിഗ്രീവന്മാർക്കുള്ള ശാപമോക്ഷം. അത് നാരദ മഹാമുനി ഇങ്ങനെ മരുതുമരങ്ങളായി പോകട്ടെന്ന് ശപിച്ചതിൻ്റെ ആണ് ഈ മരുതുമരങ്ങളായി നിന്നത്. അതാണ് ഭഗവാൻ ഇവിടെ കണ്ണൻ ആ ഉരലിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഇനി ഞാൻ എന്താ അവിടെ ചെയ്യേണ്ട കർത്തവ്യം എന്ന് ചിന്തിക്കുമ്പോൾ ദൂരെ അല്പദൂരെയായിട്ട് 2 വൃക്ഷങ്ങൾ നിൽക്കുന്ന കണ്ടു. അതിനെപ്പറ്റിയാണ് അത് നളകൂപര മണിഗ്രീവന്മാരാണ് ഈ 2 മരങ്ങളായിട്ട് നിൽക്കുന്നത്. അതിനെപ്പറ്റിയാണ് അവിടെ വായിക്കുന്നത്. നമുക്ക് ദശകം 48 ശ്ലോകം 1 വായിക്കാം. മുദാ സുരൗഘൈസ്ത്വം ഉദാരസമ്മതൈർ ഉദീര്യ ദാമോദര ഇത്യഭിഷ്ടുത മൃദു ഉദര സ്വൈരം ഉലൂഖലേലകൻ അദൂരദോ ദൗ കകുഭൗ ഉദൈഷധ. മുദാസുരൗഘൈസ്ത്വം ഉദാരസമ്മതൈർ ഉദീര്യ ദാമോദര ഇത്യഭിഷ്ടുത. മൃദു ഉദര, അവിടെ മൃദു ഉദര എന്നുവെച്ചാൽ വയറെന്നാണ് അർത്ഥം. മൃദു ഉദര സ്വൈരം ഉലൂഖലേ ലഗൻ അദൂരദോ ദൗ കകുഭൗ ഉദൈഷധ. നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ണനെ ഉരലിൽ കെട്ടിയിട്ടതല്ലയോ വായിച്ചത്. അപ്പോൾ ഭഗവാൻ കണ്ണൻ ബാലരൂപത്തിൽ ബന്ധനസ്ഥനായി നിൽക്കുന്നത് കണ്ട് ദേവകൾ കണ്ട് സന്തോഷചിത്തരായി ദേവകൾ ദാമോദര എന്ന് വിളിച്ച് സ്തുതിച്ചു. ഭഗവാനെ ദാമോദരൻ എന്നുണ്ട് പേര്. അങ്ങനെ കണ്ണനെ കാരണം ദേവകൾക്കറിയാതെ കണ്ണൻ ആരാണെന്ന്. ഇവിടെ യശോദാമ്മയ്ക്കും നന്ദഗോപർക്കും അവിടെ ഉള്ളവർക്കേ അറിയാതുള്ളൂ കണ്ണൻ ഭഗവാൻ സാക്ഷാൽ നാരായണനാണെന്ന്. അങ്ങനെ ഇത് ഉരലിൽ ഇങ്ങനെ ആർക്കും ഭഗവാൻ ഇങ്ങനെ ബന്ധനസ്ഥനാകത്തില്ല. നിത്യമുക്തനായ കണ്ണനെ ഇങ്ങനെ കെട്ടിയപ്പോൾ ദേവകളത് കണ്ടിട്ട് സന്തോഷം കൊണ്ട് അത്രമാത്രം മനസ്സിൽ സന്തോഷമായിട്ട് ദേവകൾ ദാമോദര എന്ന് വിളിച്ച് സ്തുതിച്ചു. കുഞ്ഞു വയറ്റത്ത് കയറുകൊണ്ട് കെട്ടിയാൽ സാധാരണ വേദനിക്കും. മറ്റു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് വേദനിക്കും, കയറല്ലേ. പക്ഷേ കയറിൻ്റെ പാട് കാണുകയും ചെയ്യുന്നാൽ ഇവിടെ മൃദുവയറായ കണ്ണന് കയറ് കെട്ടിയതിൻ്റെ വേദന ഒന്നും ഉണ്ടായില്ല. കാരണം എന്താ, കണ്ണൻ അത്രമാത്രം ഒരു പ്രത്യേക അവതാരമല്ലേ. അതുകൊണ്ടാണ് സാധാരണ കുട്ടികൾക്കാണെങ്കിൽ കുഞ്ഞു കുട്ടിയല്ലേ. പക്ഷേ ഇവിടെ ഭഗവാന്റെ മൃദുവയറായ കണ്ണന് കയറ് കെട്ടിയതിൻ്റെ വേദന ഒന്നും ഉണ്ടായില്ല എന്ന് സ്വൈരം എന്ന പദം, അതായത് മൃദു ഉദര സ്വൈരം ഉലൂഖലേ ലഗൻ, അതായത് ഉരലിൽ ഇതിനെ കയറുകൊണ്ട് കെട്ടിട്ട് മൃദുവായ ഉദരത്തിന് സ്വൈരമുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് സ്വൈരം എന്ന പദം കൊണ്ട് അറിയിക്കുന്നു. ഒരു കുഴപ്പവും വേദനയോ അടയാളങ്ങളോ ഒന്നും ഉണ്ടായില്ല. കൃഷ്ണന് യാതൊരു വിഷമവും ഉണ്ടായില്ല. ഉരലിൽ പറ്റി നിന്നപ്പോൾ, ചേർന്ന് നിന്നപ്പോൾ ഇവിടെ ഇനി തൻ്റെ കർത്തവ്യം എന്തെന്ന് ആലോചിച്ചു. കണ്ണൻ ചിന്തിക്കുന്നു, ഞാനിനി എന്താ ചെയ്യുക. നമ്മളായാലും ചിന്തിക്കത്തില്ലയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇതിന് രക്ഷപ്പെടാം, ഈ കെട്ടിൽ നിന്ന് എങ്ങനെ പോകാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ. അതുപോലെ കണ്ണന് ഇഷ്ടമുള്ള കണ്ണൻ ചിന്തിച്ചു. കണ്ണൻ മറ്റെന്തെങ്കിലും ആയിരിക്കും ചിന്തിക്കുന്നത്. കാരണം കണ്ണൻ്റെ ഉള്ളിൽ പരമാത്മാവല്ലേ. നമ്മൾ ചിന്തിക്കണക്കല്ലോ ഭഗവാൻ ചിന്തിക്കുന്നത്. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് നോക്കും. നമ്മളെ ബലാത്കാരിയായിട്ടൊരു കെട്ടിയിടുന്നത്. പക്ഷേ ഇവിടെ കണ്ണൻ്റെ ഇഷ്ടത്തോടുകൂടി തന്നെയാണ് കെട്ടിയത്, അല്ലേ കെട്ടാൻ പറ്റത്തില്ല. ഭഗവാൻ അനുവാദം കൊടുത്തിട്ട് തന്നെയാണ് കെട്ടിയത്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഊരിപ്പോകാൻ കണ്ണൻ ശ്രമിക്കത്തില്ല. അപ്പോൾ മറ്റ് ചിന്തയാണ്. ഇതിവിടെ നിന്ന് ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ കർത്തവ്യം എന്താണെന്ന് കണ്ണൻ്റെ ഉള്ളിൽ ചിന്തിച്ചു, ആലോചിച്ചു. അപ്പോഴാണ് മരുതുമരങ്ങൾ അല്പം അകലെ കണ്ടത്. അല്പദൂരെയായിട്ട് മരുതുമരങ്ങൾ നിൽക്കുന്നു 2 എണ്ണം. അത് കണ്ടു കണ്ണൻ. നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ശ്ലോകം 2. കുബേരസൂനുർ നളകൂപരാഭിത പരോ മണിഗ്രീവ ഇതി പ്രധാംഗത മഹേശസേവാധിഗത ശ്രിയോന്മദോ ചിരം കില ത്വത് വിമുഖാവഖേലതാം. കുബേരസൂനുർ നളകൂപരാഭിവ പരോ മണിഗ്രീവ ഇതി പ്രധാംഗത മഹേശസേവാധിഗത ശ്രിയോന്മദോ ചിരം കില ത്വത് വിമുഖാവഖേലതാം.
ഒന്നും കൂടി. കുബേരസൂനുർ നളകൂപരാഭിത പരോ മണിഗ്രീവ ഇതി പ്രധാംഗത മഹേശ സേവാധിഗത ശ്രിയോന്മദോ ചിരം കില ത്വത് വിമുഖാവഖേലതാം. ഇതിൽ ഭട്ടതിരിപ്പാട് ഭഗവാനെ കൃഷ്ണ അങ്ങ് ആ മരുതുമരങ്ങളുടെ പൂർവ്വകാലത്തെ പറ്റിയാണ് ചിന്തിച്ചത്. ഭഗവാൻ അതിൽ നിന്നുകൊണ്ട് കണ്ണൻ ഇനി എൻ്റെ കർത്തവ്യം എന്താണെന്ന് ആലോചിച്ചല്ലോ കഴിഞ്ഞ ശ്ലോകത്തിൽ. അപ്പോൾ എന്താ ആലോചിച്ചത്? മരുതുമരങ്ങൾ ദൂരെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ആ മരുതുമരങ്ങളുടെ പൂർവ്വകാലത്തെ പറ്റി ചിന്തിച്ചു. കഴിഞ്ഞ ജന്മം, അങ്ങനെ അതാണ് കഴിഞ്ഞ കാലം. മരുതുകൾ എങ്ങനെ വന്നു അത്. അങ്ങനെ കുബേരപുത്രന്മാരായ നളകൂപര മണിഗ്രീവരെന്ന് പേരായ 2 മക്കൾ ശ്രീ പരമേശ്വരനെ സേവിച്ചു ഐശ്വര്യം നേടി. ഈ നളകൂപര മണിഗ്രീവന്മാർ പരമേശ്വരനെ ആയിരുന്നു സേവിക്കുമായിരുന്നു. ഭഗവാൻ പരമേശ്വരന് സേവകന്മാരായിരുന്നു. അവർ ഭഗവാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഭഗവാൻ എന്താ ചെയ്തേ? ഇഷ്ടാനുസരണം സർവ്വ ഐശ്വര്യങ്ങളും കൊടുത്തു. അത് പരമശിവൻ. എന്നാൽ അവർ താമസിയാതെ ആ ഐശ്വര്യത്താൽ മതമത്തരായി, അങ്ങയിൽ വിമുഖരായി. കാരണം ദൈവിക ഇല്ലാത്ത അഹങ്കാരികളായി തീർന്നു. ഭഗവാന്റെ സേവകനായതുകൊണ്ട് പരമശിവൻ വേണ്ടുന്ന ഐശ്വര്യങ്ങളെല്ലാം കൊടുത്തപ്പോൾ മതമത്തര അഹങ്കാരികളായി തീർന്നു. പിന്നെ പരമാത്മാവിനെ അറിയാത്തവരായി, ഭഗവാനെ അറിയാതെ വിമുഖരായി. ഈശ്വരൻ എന്ന് പറയുമ്പോഴേ ദേഷ്യമായി കഴിയുന്നു, വിമുഖരായി, മുഖം തിരിച്ചു കളയുന്നു. അങ്ങനെ വന്നപ്പോൾ അങ്ങയെ, അത് ഭഗവാനെ, കണ്ണനെയോ അല്ലെങ്കിൽ കൃഷ്ണനെയോ ഓർക്കാതെ വളരെ കാലം ക്രീഡാലോലുപരായി കഴിഞ്ഞുകൂടിയത്രേ. അതായത് മത്തന്മാരായിട്ട് അഹങ്കാരികളായി ക്രീഡാലോലുപരായി ഈ ലോകചിന്ത പോലെ അങ്ങ് അഹങ്കാരികളായി തീർന്നു. പരമശിവൻ്റെ ഭഗവാനെ സേവകരായതുകൊണ്ട് ഐശ്വര്യം എല്ലാം ഭഗവാൻ കൊടുത്തു. അപ്പോൾ അതിൽ നിഗളിച്ചു, അഹങ്കരിച്ചു. അങ്ങനെ നമുക്കും എല്ലാം പറ്റുന്നൊരു കാര്യം ഇത്. ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ സേവിക്കുകയും ചെയ്യുമ്പോൾ ഭഗവാന്റെ ദാസന്മാരായി നമ്മളിങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച് വേണ്ടതെല്ലാം ചെയ്യുമ്പോൾ ഭഗവാൻ ഐശ്വര്യം തരുമ്പോൾ മതിമറന്ന് അഹങ്കരിച്ചാൽ ഭഗവാൻ അതിൻ്റെ ഇരട്ടിക്ക് ദോഷങ്ങൾ കൊടുക്കും. അതാണ് ഇവിടെ ഭഗവാനും ഇവിടെ ഇവർക്കും പറ്റിയത്. ഈ നളകൂപര മണിഗ്രീവന്മാർ അങ്ങനെയാണ് ഇവിടെ മരുതുമരങ്ങളാവാൻ കാരണം. അതുകൊണ്ട് വളരെ കാലം അവർ ക്രീഡാലോലുപരായി കഴിഞ്ഞുകൂടിയത്രേ. നമുക്ക് 3-ാമത്തെ ശ്ലോകം വായിക്കാം. ശ്ലോകം 3. സുരാപകായാങ്കിലതൗ മതോൽക്കടൗ സുരാപകായാതു യൗവതാവൃതൗ വിവാസസൗ കേളിപരൗ സ നാരദോ ഭവൽ പദൈക പ്രവണോ നിരൈഷത. സുരാപകായാങ്കിലതൗ മതോൽക്കടൗ സുരാപകായാത് യൗവതാവൃതൗ വിവാസസൗ കേളിപരൗ സ നാരദോ ഭവൽ പദൈക പ്രവണോ നിരൈഷത. ഇവിടെ അങ്ങനെ അവർ ക്രീഡാലോലുപരായി അഹങ്കരിച്ച് നടത്തി അവർ മതാന്തരായി സുരപാനം ചെയ്ത്. അപ്പോൾ അഹങ്കാരം വർദ്ധിച്ച് സുരപാനം ചെയ്ത് യുവതീമണികളാൽ വലയപ്പെട്ട് സുരനദിയായ ഗംഗയിൽ വിവസ്ത്രരായി ക്രീഡിക്കുന്നത് നാരദ മഹർഷി കാണാനിടയായി. യുവതീമണികളാൽ വലയപ്പെട്ട സ്ത്രീകളും ഇവരും കൂടെ സുരനദിച്ചാൽ പുണ്യനദിയാണ്. സുരനദി നല്ല നദി, അങ്ങനെയുള്ള ഗംഗാനദി പുണ്യനദിയാണ്. ദേവന്മാരൊക്കെ അതിൽ നാരദ മഹാമുനി അവിടെ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള നദിയിൽ വിവസ്ത്രരായി വസ്ത്രമില്ലാതെ ക്രീഡിക്കുന്നത് നാരദ മഹർഷി കാണാനിടയായി. അതാണ് ഇവിടെ ശാപം ഏൽക്കാനുള്ള നാരദ മഹർഷി ഇത് കണ്ടു. അത് നമുക്ക് 4-ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. ശ്ലോകം 4. പ്രിയാലോക ഉപാത്ത വാസസം പുരോ നിരീക്ഷ്യാപി മദാന്ധചേതസൗ ഇമൗ ഭവതു ഭക്തി ഉപശാന്തി സിദ്ധയേ മുനിർജഗൗ ശാന്തി മൃതേ കുതസുഖം. പ്രിയാലോക ഉപാത്ത വാസസം പുരോ നിരീക്ഷ്യാപി മദാന്ധചേതസൗ ഇമൗ ഭവതു ഭക്തി ഉപശാന്തി സിദ്ധയേ മുനിർജഗൗ ശാന്തി മൃതേ കുതസുഖം. ഇവർ ഇങ്ങനെ നാരദ മഹർഷി വന്ന് കണ്ടപ്പോൾ നാരദ മഹർഷിയെ മുന്നിൽ കണ്ട സ്ത്രീജനങ്ങൾ അദ്ദേഹത്തോടുള്ള ഭയഭക്തി കൊണ്ട് വേഗം കയറി വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു വണങ്ങി നിന്നു. അവർക്ക് ഭയഭക്തി ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് അവർ ക്രീഡിച്ചൊക്കെ അവിടെ ഗംഗയിൽ കഴിഞ്ഞെങ്കിലും നദിയിലായിരുന്നെങ്കിലും ദേവമഹർഷിയെ കണ്ടപ്പോൾ തന്നെ സ്ത്രീജനങ്ങൾ അദ്ദേഹത്തുള്ള ഭയഭക്തി കൊണ്ട്, അതായത് ദേവമഹർഷി അല്ലയോ, അപ്പോഴേ കയറി വസ്ത്രങ്ങളെടുത്ത് ധരിച്ചു വണങ്ങി നിന്നു.
എന്നാൽ ആ പ്രിയകളെ ഇപ്രകാരം കണ്ടിട്ടുകൂടി മതമത്തരായി അഹങ്കാരത്താൽ അന്ധരായ കുബേരസുതന്മാർ രണ്ടുപേരും നാരദ മഹർഷിയുടെ ആഗമനം മനസ്സിലാക്കി കയറുകയോ വസ്ത്രം ധരിക്കുകയോ വണങ്ങുകയോ ഉണ്ടായില്ല. ഈ സ്ത്രീകൾ ഇത് ചെയ്യുന്ന കണ്ടിട്ടുകൂടി ഇവർക്കത് തോന്നിയില്ല. അപ്പോൾ അത്രമാത്രം മതമത്തരായി അഹങ്കാരികളായി തീർന്നു. അങ്ങനെ നാരദ മഹർഷിയെ കണ്ടപ്പം മഹർഷി ആരാ? ദേവമുനിയല്ലേ, നല്ലൊരു മഹർഷിയല്ലേ. എന്നിട്ട് ആ ഒരു ബഹുമാനമോ ഭയഭക്തിയോ സ്ത്രീകൾക്കുണ്ടായി. ഈ രണ്ടു പേർക്കും അതുണ്ടായില്ല. അപ്പോൾ കുബേരസുതന്മാർക്ക് നിന്തിരുവടിയിൽ, അത് ഭഗവാനിൽ ഭക്തിയും നിന്ദ്യകർമ്മങ്ങളിൽ നിന്ന് മനസ്സിന് നിവൃത്തിയും ലഭിക്കുന്നതിനായി നാരദ മഹർഷി അവരെ ശപിച്ചു. നന്മയ്ക്ക് വേണ്ടി ശപിച്ചു. കാരണം നിന്ദ്യകർമ്മങ്ങളാണ്. ആ നല്ല പുണ്യ നദിയിൽ ഇങ്ങനെ കുളിക്കാൻ പാടില്ല. അവിടെ ദേവന്മാരൊക്കെ വരുന്ന നദിയാണ്. പിന്നെയോ നല്ലൊരു ഭക്തൻ, അതായത് ദേവമഹർഷി അത്രമാത്രം, നാരദ മഹർഷി ദൈവത്തിന് തുല്യ ദേവനാണ്. എന്നിട്ട് അദ്ദേഹത്തിനെ കണ്ടിട്ടോ വണങ്ങുകയോ കരകയറുകയോ വസ്ത്രം തൊഴുക്കുകയോ ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് നന്നാവട്ടെ എന്നോർത്ത് ഈ മഹർഷി ശപിച്ചത്. ശാപം കൊണ്ട് ദുഃഖമുണ്ടാകും. ദുഃഖാനുഭവം ഭക്തിക്ക് വഴിതെളിക്കും. ഭക്തി ഉണ്ടായാൽ മനസ്സിന് ശാന്തി ലഭിക്കും. വെറും ദുഃഖാനുഭവം കൊണ്ട് മനഃശാന്തി ലഭിക്കയില്ല. ഭക്തിയോടുകൂടിയ ദുഃഖമേ, അഥവാ ദുഃഖ അനുഭവം ഭക്തി ദ്വാര മാത്രമേ ശാന്തിക്ക് കാരണമായി തീരുകയുള്ളൂ. അതുകൊണ്ട് ദുഃഖത്തോടുകൂടിയ ഭക്തിക്കാണ് അവിടെ പ്രാധാന്യം. തന്നെയല്ല, വേണ്ടപ്പെട്ടവർ തെറ്റ് ചെയ്താലും അത് തിരുത്തി അവരെ നല്ല വഴിക്ക് നയിക്കുക എന്നതും സജ്ജനങ്ങളുടെ കർത്തവ്യമാണ് ഇവിടെ. അതാണ് മഹർഷി ചെയ്തത്. ഇങ്ങനെ ലോകത്ത് ഒന്നാമത് ഇവർ രണ്ടുപേരും പരമശിവൻ്റെ സേവകരായിരുന്നു. പെട്ടെന്ന് ഐശ്വര്യം കണ്ട് അഹങ്കാരികളായി. അപ്പോൾ ഇതെല്ലാം വേണ്ടപ്പെട്ടവരാണ്. ഈ ലോകത്തുള്ള എല്ലാ നാരദ മഹാമുനിക്ക് ഒരേപോലെ വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ തിരുത്തുക എന്നത് സജ്ജനങ്ങളുടെ കടമയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ അപ്രകാരം ശാപം കൊണ്ടുണ്ടാക്കുന്ന ദുഃഖം പീഠാനുഭവമായി തീർന്നാലും ശാപമോക്ഷം കൊണ്ട് സൽഗതി കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഒരു മോക്ഷം വരുമല്ലോ, അതുവരെ അവർ അവിടെ നിന്ന് പ്രാർത്ഥിക്കട്ടെ അങ്ങനെ കരുതി. അപ്പോൾ അത് മോക്ഷം, ശാപത്തിന് ഒരു തിരിച്ചൊരു മോക്ഷം കിട്ടുമ്പോൾ അവർക്ക് വേണ്ടുന്ന സൽഗതിയും ലഭിക്കും. ഇവയെല്ലാം ഓർത്താണ് നാരദ മഹാമുനി കുബേരസുതന്മാരെ ശപിച്ചത്. എല്ലാവർക്കും നമസ്കാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.